സമ്പൂർണ്ണ പുനഃസംഘടനയ്ക്കൊരുങ്ങി KPCC. പുതുതായി നിയമിച്ചവർ ഒഴികെയുള്ള മുഴുവൻ KPCC DCC ഭാരവാഹികളെ മാറ്റി പുതിയ ഭാരവാഹികളെ നിയമിക്കാനാണ് നീക്കം. 2 മാസത്തിനുള്ളിൽ പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കും. KPCC നേതൃമാറ്റത്തെ തുടർന്നുണ്ടായ എതിർപ്പ് തൽക്കാലം പരിഗണിക്കേണ്ടെന്നാണ് AICC തീരുമാനം. പുതിയ ഭാരവാഹികളെ നിയമിക്കാൻ KPCC നേതൃത്വത്തിന് അനുമതി നൽകി. KPCC ജനറൽ സെക്രട്ടറിമാരെയും KPCC സെക്രട്ടറിമാരെയും തീരുമാനിക്കും. നിയമനത്തിൽ ഗ്രൂപ്പുകളെയും പരിഗണിക്കാനാണ് ആലോചന. ജനറൽ സെക്രട്ടറിമാരായി തങ്ങളുടെ നോമിനിമാരെ നിയമിക്കാൻ പ്രധാന നേതാക്കൾ ഇപ്പോഴേ സമ്മർദ്ദം ആരംഭിച്ചു. DCCയിലും അടിമുടി മാറ്റമാണ് വരുന്നത്. 4 ജില്ലകളൊഴികെ മുഴുവനിടത്തും പുതിയ അധ്യക്ഷന്മാർ വരും. കൂടുതൽ ചെറുപ്പക്കാരെ പരിഗണിക്കാനാണ് ആലോചന. DCC ഭാരവാഹികളെ അപ്പാടെ മാറ്റും. 2 മാസത്തിനുള്ളിൽ തന്നെ പുനഃസംഘടന പൂർത്തിയാക്കാനാണ് ശ്രമം. ഇതിനിടയിലുണ്ടാകുന്ന എതിർപ്പുകളെ എങ്ങനെ മറികടക്കുമെന്നാണ് ഇപ്പോഴത്തെ ആലോചന. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുമ്പോൾ പൂർണ്ണസജ്ജമായ പുതിയ ടീം എന്നുള്ളതാണ് KPCC ലക്ഷ്യമിടുന്നത്. സലിം മാലിക്, 24, തിരുവനന്തപുരം.